ഫ്രീക്കന്മാരൊക്കെ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗണ്ട് ബാറാണ് സെബ്രോണിക്സിൻ്റെ സെബ് ജൂക്ക് ബാർ 9400 പ്രോ ഡോൾബി 5.1 എന്ന് പറയുന്ന ഈ സാന്താനു എഡിഷൻ. ഇതെന്താ സംഭവം എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? സാന്താനു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരാണ്. സാന്താനു ഹസാരിക എന്ന് പറയുന്ന പ്രമുഖ ഡൂഡിൽ ആർട്ടിസ്റ്റാണ് ഈ ഒരു സൗണ്ട് ബാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ ഒരു പേര് സെബ്രോണിക്സ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നിരവധി അവാർഡുകളൊക്കെ ഇട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഡിസൈൻ ചെയ്ത ഈ ഒരു സൗണ്ട് ബാറിന് എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ അല്ലാതെ നോർമൽ എഡിഷനും ഉണ്ട് 9400 പ്രോ എന്ന് പറയുന്നത്. അത് മുമ്പ് പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പാക്കേജിൽ നമുക്ക് ഒരു സബ് ഓഫർ, ഒരു സൗണ്ട് ബാർ, 2 സാറ്റലൈറ്റ് സ്പീക്കർ, റിമോട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഒന്ന് പരിചയപ്പെട്ട് കളയാം. അപ്പോൾ ഇതാണ് ഇതിലുള്ള സബ് ഓഫർ. ഈ സബ് ഓഫർ സാധാരണ നമ്മൾ ഇതുവരെയും പരിചയപ്പെട്ട ലെക്കത്തിൽ തന്നെ ഇവിടെ ക്ലോത്ത് ആയിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു സബ് ഓഫറിൽ ഇത് മെറ്റൽ മെഷാണ്. ഈ മെറ്റൽ മെഷിന്മേൽ മുഴുവനും ഡൂഡിൽ കാണാം. അതുപോലെ തന്നെ സൈഡിലും ഒക്കെ നമുക്ക് ഡൂഡിൽ കാണാം. അപ്പോൾ ഈ ഡൂഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, ഇത് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ഡൂഡിലാണ്. അതായത് ആർട്സ് മീറ്റ്സ് ടെക്സ്. അപ്പോൾ ടെക്നോളജി ഇവിടെ ആർട്സിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഫ്രണ്ടിൽ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ഡിസ്പ്ലേയും 32 GB വരെയുള്ള USB സ്റ്റോറേജ് കണക്ട് ചെയ്യാനും ഓപ്ഷൻ കാണാം. മുകൾ പാനലിന്മേൽ ഇത് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളുമുണ്ട്. 4 ohmസിൻ്റെ 6.5 ഇഞ്ചിൻ്റേതാണ് സബ് ഊഫർ. ഇനി പുറകിലേക്ക് നോക്കിയാലോ, ഇവിടെ 2 അനലോഗ് ഓഡിയോ ഇൻപുട്ടും HDMI ARC ഇൻപുട്ട് പോർട്ടും ഒപ്റ്റിക്കൽ പോർട്ടും കാണാം. കൂടാതെ 5 സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള വ്യത്യസ്ത നിറത്തിലുള്ള പോർട്ടുകളുണ്ട്. പവർ കേബിളും കാണാം. 150 വാട്ട് ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് കമ്പനി ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സൗണ്ട് ബാർ. ഈ സൗണ്ട് ബാറിന്മേലും നമുക്ക് മെറ്റൽ മെഷീൻമേൽ ഇതുപോലെ സാന്താനു വരച്ച ആ ഒരു ഡൂഡിൽ കാണാൻ സാധിക്കും. 90 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട് ഈ ഒരു സൗണ്ട് ബാറിന്. ഈ സൗണ്ട് ബാറിൽ 3 സ്പീക്കറുകളാണുള്ളത്. ആ സ്പീക്കറുകൾ വെച്ചിരിക്കുന്ന വെറും ഒരു ബോക്സ് മാത്രമാണിത്. സാധാരണ സൗണ്ട് ബാറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് പവർ കൊടുക്കാൻ കേബിൾ ഒന്നും കാണാനില്ല. ഈ സ്പീക്കറുകൾ നമ്മൾ സബ് ഊഫറിൻ്റെ ബോക്സിലേക്കാണ് കണക്ട് ചെയ്യുക. അപ്പോൾ അതിനായിട്ടുള്ള ഒരു വയർ മാത്രമാണ് ഇവിടെ പുറകിൽ കാണുന്നത്. 225 വാട്ടാണ് ഇതിൻ്റെ പരമാവധി ഔട്ട്പുട്ട് എന്ന് കമ്പനി പറയുന്നു. കേബിളിലുള്ള 3 പിന്നുകളും അതേ നിറത്തിൽ തന്നെയുള്ള സബ് ഊഫർ പോർട്ടുകളിൽ നമ്മൾ കണക്ട് ചെയ്യണം. ഇനി 2 സാറ്റലൈറ്റ് സ്പീക്കർ കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതിന്മേലും ഇത്തരത്തിൽ ഡൂഡിലുകളുണ്ട്. ഇതിന് പുറകിലുള്ള വയറും നമ്മൾ സബ് ഊഫറിൽ കണക്ട് ചെയ്യണം. 75 വാട്ട് ഔട്ട്പുട്ട് ഇതിനുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ 3 യൂണിറ്റും കൂടി 525 വാട്ട് ഔട്ട്പുട്ട് എന്നാണ് കമ്പനി പറയുന്നത്. 525 കമ്പനി പറഞ്ഞാൽ നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട, അതിൻ്റെ പകുതിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ നല്ല രീതിയിലുള്ള ശബ്ദമുണ്ട്, നല്ലൊരു ഔട്ട്പുട്ട്, അതായത് നല്ല ഡെപ്ത് ഉള്ള ബേസും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ശബ്ദവും തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് പല ഭാഗത്ത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിരിക്കുന്ന ആ മ്യൂസിക് ഇതിൽ നിന്നും വന്നിരിക്കുന്ന ഔട്ട്പുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എത്ര മാത്രമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. റിമോട്ടിൽ നമുക്ക് 4 ഇക്വലൈസർ മോഡുകൾ സെലക്ട് ചെയ്യാം. അതിനായിട്ടൊരു EQ എന്നൊരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട്. ഇവിടെ മ്യൂസിക്, മൂവി, ന്യൂസ്, സ്പോർട്സ് എന്നിങ്ങനെ 4 മോഡുകൾ സെലക്ട് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ബേസ്, ട്രബിൾ, മിഡ്, സറൗണ്ട് എന്നിങ്ങനെയുള്ള മോഡുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 5.1 ഡോൾബി ഓഡിയോ ആണ് ഇത് നമുക്ക് തരുന്നത്. അതൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു സജഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിനുള്ളിൽ 3 സ്പീക്കറാണുള്ളത്. ഈ 3 സ്പീക്കറുകളും ഒരേ ദിശയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അതിന് പകരം നമ്മുടെ കയ്യിൽ മറ്റൊരു 3 സ്പീക്കറുകൾ ഉണ്ടെങ്കിൽ, അതായത് തുല്യമായിട്ടുള്ള 8 ഓംസിൻ്റെ മറ്റ് 3 സ്പീക്കറുകൾ ഉണ്ടെങ്കിൽ ഇതേ വയറുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ 3 ഡയറക്ഷനിൽ ആ സ്പീക്കറുകൾ കണക്ട് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് 5.1 സറൗണ്ട് ആസ്വദിക്കാൻ സാധിക്കും. ഇങ്ങനെ 3ഉം ഒരേ ലെവലിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആസ്വാദനത്തിൽ കുറച്ച് വ്യത്യാസമുണ്ടാകും. അപ്പോൾ അതുകൊണ്ടൊരു സജഷൻ പറഞ്ഞതുള്ളൂ. കൂടുതൽ എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതുപോലെ ഒരു സൗണ്ട് ബാർ വാങ്ങി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് 5.1 ഔട്ട്പുട്ട് തന്നെ ലഭിക്കുമോ? 5.1 ഔട്ട്പുട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നലും അത്തരത്തിലുള്ളതായിരിക്കണം. ഇവിടെ നമുക്ക് 2 ഓഡിയോ ഇൻപുട്ട് കാണാം. ഈ ഓഡിയോ ഇൻപുട്ട് തന്നെ അനലോഗാണ്. ഇവിടെ നമ്മൾ ഓഡിയോ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റീരിയോ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5.1 ഔട്ട്പുട്ട് ലഭിക്കില്ല. ഇവിടെ HDMI ഇൻപുട്ട് ഉണ്ട്, അത് ARC ആണ്, ഓഡിയോ റിട്ടേൺ ചാനൽ സപ്പോർട്ട്. അപ്പോൾ അത്തരത്തിൽ ARC സപ്പോർട്ടുള്ള
ഒരു ടി വി അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസിൽ നിന്ന് നിങ്ങൾ ഇൻപുട്ട് കേബിൾ വഴി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 5.1 ഔട്ട്പുട്ട് തന്നെ ലഭിക്കും. അതുപോലെ മറ്റൊരു സോഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് ഒപ്റ്റിക്കൽ കേബിളാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്തരത്തിൽ 5.1 ഔട്ട്പുട്ട് തന്നെ ലഭിക്കും. അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഇതിനോടൊപ്പം തന്നെ ഫ്രീക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൂടി ഇതുപോലെ സാന്താനു ഡിസൈൻ ചെയ്ത് സെബ്രോണിക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് RGB മൗസ് പാഡാണിത്. 80 സെൻറ്റിമീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഈ ഒരു മൗസ് പാഡിന് 4 mm തിക്നെസ് ഉണ്ട്. ഇതിനോടൊപ്പമുള്ള കൺട്രോൾ യൂണിറ്റിലേക്ക് USB കേബിൾ വഴി പവർ കൊടുത്തു കഴിഞ്ഞാൽ 13 സ്റ്റൈലിലുള്ള ലൈറ്റ് മോഡുകൾ ഈ ഒരു സ്വിച്ച് അമർത്തിക്കൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. 2 ബ്രൈറ്റ്നസ് മോഡുകളും ഉണ്ട്. മൗസ് പാഡിനോടൊപ്പം 1.8 മീറ്റർ ലെങ്ത് ഉള്ള ഒരു USB കേബിളും കമ്പനി തരുന്നുണ്ട്. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് USB പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് ആ ഒരു മൗസ് പാഡിലെ ലൈറ്റ് തെളിയിക്കാൻ വേണ്ടിയാണത്. അപ്പോൾ ഇത്തരത്തിൽ നിറയെ വരയും കുറിയൊക്കെ ഉള്ള ഡൂഡിൽസ്, അല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ചില വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ കളം വരച്ചിട്ടിരിക്കുന്ന പോലെയുള്ള ഒരു ഡിസൈൻ എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഡിസൈനുകളുള്ള സൗണ്ട് ബാർ, അതുപോലെ കീബോർഡ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൗസ് പാഡ്, ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? അത് ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ ഒരു ആകർഷണീയമായിട്ടുള്ള കാര്യം എന്തായിരിക്കും? അതൊന്ന് വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടണം. കാരണം നിങ്ങളുടെ ഒരു ട്രെൻഡ് എന്താണ്, നിങ്ങളുടെ ആ ഒരു ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ശബ്ദമൊക്കെ ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ വില ഞാനിവിടെ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നില്ല, അതിനെന്നെ തെരുവിളിക്കേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും സെബ്രോണിക്സ് വ്യത്യസ്ത വിലകളാണ് ഇതിന് പറയുക. അവർ നിരവധി ഓഫറുകൾ ഇടാണ്ട് പെട്ടെന്ന് വില കുറയ്ക്കും, പെട്ടെന്ന് കൂട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ വില മെൻഷൻ ചെയ്യുന്നില്ല. ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ഒരു കൺഫ്യൂഷൻ ആണ്ട എന്ന് എഴുതിയിട്ടാണ്. വീഡിയോകൾ പിന്നീടായിരിക്കും ആളുകളിലേക്ക് റീച്ച് ആവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വില അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് വെച്ചിട്ടുണ്ട്, 2 പ്രൊഡക്റ്റിൻ്റെയും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ വില, അതായത് നിങ്ങൾ ഈ സമയം വീഡിയോ കാണുന്ന സമയത്തുള്ള വില അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും മറക്കാതെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, ഇത്തരത്തിലുള്ള ഒരു ഡിസൈനെ കുറിച്ച് ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.